എന്റെ ഭാര്യയുടെ ഡ്രീം പ്രോജക്റ്റ് മോഷ്ടിക്കാൻ അവൻ എങ്ങനെ ധൈര്യം വന്നെന്ന് എനിക്കറിയണം, അർജുൻ പറഞ്ഞു. അർജുനും മൈക്കിളും തമ്മിൽ നടക്കാനിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ച് ചിന്തിച്ച് ഷൺമുഖൻ ആകെ ടെൻഷൻ കൊണ്ട് വിയർത്തു. നമുക്ക് മൈക്കിളുമായി സംസാരിക്കണം, അതിനൊരു മീറ്റിംഗ് ഏർപ്പാട് ചെയ്യണം, അർജുൻ പറഞ്ഞു. അവൻ ഒരിക്കലും നമ്മൾ പറയുന്നിടത്തൊന്നും വരില്ല സർ, ഷൺമുഖൻ മടിയോടെ പറഞ്ഞു. എന്നാ നമുക്ക് അവന്റെ അടുത്തേക്ക് പോയേക്കാം, അർജുൻ സിമ്പിളായി പറഞ്ഞതും ഷൺമുഖന്റെ മുഖം വിളറി. സാർ, അവനോട് ഒറ്റയ്ക്ക്? ഷൺമുഖൻ സംശയിച്ചു. വർഷങ്ങളായി രണ്ടാളും ഒരേ ഫീൽഡിൽ തന്നെയുണ്ട്. മൈക്കിളുമായി എപ്പോഴും വഴക്കിട്ടിരുന്നതിനാൽ മൈക്കിൾ എത്ര പവർഫുൾ ആണെന്ന് ഷൺമുഖൻ അറിയാം. അർജുനും ചില്ലറക്കാരനല്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. ഇപ്പോൾ തന്റെ ആളുകൾ അവന്റെ കൂടെയുണ്ട്. അവരെ കിട്ടാൻ ഈ മീറ്റിംഗ് ആവശ്യമാണ്. എന്നാൽ അവന്റെ അടുത്തേക്ക് പോകുന്നത് സിംഹത്തിന്റെ മടയിലേക്ക് ചെന്ന് കയറുന്നതിന് തുല്യമാണെന്ന് ഷൺമുഖത്തിനറിയാം. എന്താ ഷൺമുഖ ഒരു വല്ലായ്മ? നിനക്ക് എന്റെ കൂടെ അവിടെ വരാൻ ധൈര്യമില്ലേ, അർജുൻ ചോദിച്ചു. സത്യം പറഞ്ഞാ എനിക്ക് ധൈര്യമില്ല സാർ, പക്ഷേ സാർ പറഞ്ഞാൽ ഞാൻ തീർച്ചയായും അനുസരിക്കും, ഷൺമുഖൻ പറഞ്ഞു. അർജുന് അത് കേട്ട് ചിരി വന്നു. ഉടനെ തന്നെ ഷൺമുഖൻ മൈക്കിളിനെ വിളിച്ച് താൻ കാണാൻ വരുന്നുണ്ടെന്ന് അറിയിച്ചു. അവർ പെട്ടെന്ന് തന്നെ മൈക്കിളിന്റെ അടുക്കൽ ചെന്നു. മുൻവാതിലിനരികെ മൈക്കിളിന്റെ ശിങ്കിടികൾ നിൽപ്പുണ്ടായിരുന്നു. കൊടും കുറ്റവാളികളെപ്പോലെയുള്ള അവരുടെ നോട്ടം പോലും ഭയാനകമായിരുന്നു. അവർ അർജുനെയും ഷൺമുഖനെയും പരിശോധിക്കുകയും ഷൺമുഖന്റെ അനുയായികളെ തടയുകയും ചെയ്തു. നിങ്ങൾ രണ്ടുപേരും മാത്രം അകത്തേക്ക് പോകണം, ഇവർക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല, അവർ പറഞ്ഞു. മൈക്കിളിന്റെ സ്ഥലം ഒരു പഴയ ഫാക്ടറിയാണ്. ഉള്ളിൽ നിറയെ ഇരുമ്പ് ദണ്ടുകൾ ചിതറക്കിടക്കുന്നുണ്ടായിരുന്നു. വെട്ടം തീരെ കുറഞ്ഞ ബൾബുകൾ അവിടെ തെളിഞ്ഞു കിടക്കുന്നുണ്ട്. അതിനകത്തും കുറച്ചാൾക്കാരുണ്ടായിരുന്നു. അതിനിടയിൽ മൈക്കിൾ അവിടേക്ക് വന്നു. ഹായ് ഷൺമുഖ, നിനക്ക് സുഖാണോ? എത്ര നാളായി നിന്നെ കണ്ടിട്ട്, മൈക്കിൾ ചോദിച്ചു. എനിക്ക് നിന്റെ സുഖവിവരം ഒന്നും അറിയണ്ട. ഞാൻ നിന്നോട് വഴക്കിടാൻ വന്നതല്ല, എന്റെ ആളുകളെ കൊണ്ടുപോകാൻ വന്നതാണ്, ഷൺമുഖൻ പറഞ്ഞു. അയ്യോ, നീ വഴക്കിന് വന്നതല്ലെങ്കിൽ നിന്റെ അനുയായികളെയും കൂട്ടി എന്താ വന്നത്? ഒരു ചിരിയോടെ മൈക്കിൾ പറഞ്ഞു. നിന്നെ കാണാൻ വരുമ്പോൾ എങ്ങനെ വെറും കൈയോടെ വരാൻ കഴിയും? നിന്നെ അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ലല്ലോ, ഷൺമുഖൻ പറഞ്ഞു. ആ ഡാ, ഇവന്റെ ആളുകളെ അങ്ങ് വിട്ടേക്ക്, മൈക്കിൾ വിളിച്ചു പറഞ്ഞു. കുറച്ചുപേര് അവരെ കൂട്ടി വന്നു. കുറച്ചായില്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുഴപ്പവുമില്ലാതെ പോകുന്നത്. പക്ഷെ നിന്റെ ആളുകളെ എന്റെ സ്ഥലത്തേക്ക് അയച്ച നീ വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിച്ചു. അതുകൊണ്ടാണ് ഞാൻ അവരെ പിടികൂടിയത്. നീ തന്നെ വന്ന സ്ഥിതിക്ക് നിന്റെ ആളുകളെയും കൂട്ടി നിനക്ക് പോകാം, മൈക്കിൾ പറഞ്ഞു. അല്ല ഷൺമുഖ, നിന്റെ കൂടെയുള്ള ആളാരാ? മൈക്കിൾ അർജുനെ നോക്കി ചോദിച്ചു. അവൻ പറഞ്ഞിട്ടാ ഞാൻ എന്റെ ആളുകളെ നിന്റെ അടുത്തേക്ക് അയച്ചത്, ഷൺമുഖൻ അഭിമാനത്തോടെ പറഞ്ഞു. ഓ, ഇത് നടരാജനുള്ള കൊട്ടേഷനാണല്ലേ, മൈക്കിൾ പറഞ്ഞു. എന്നിട്ട് കാര്യം മനസ്സിലായ പോലെ അയാൾ തലയനക്കി. എവിടെ നിന്റെ നടരാജൻ? അർജുൻ ഗൗരവത്തോടെ ചോദിച്ചു. ഡേയ്, ഇവര് നിന്നെ നോക്കി വന്നതാ, ഒന്ന് വന്ന് മുഖം കാണിച്ചേക്കേ, മൈക്കിൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അർജുനും ഷൺമുഖനും നോക്കി നിൽക്കെ പെട്ടെന്ന് മറുവശത്ത് മുറിയിൽ നിന്നും ഒരുവൻ ഇറങ്ങി വന്നു. ശ്രാവണ ടവറിൽ നിന്നും ഡയമണ്ട് കിങ്ങിനെ മോഷ്ടിച്ചത് നീയാണോ? വഴക്കില്ലാതെ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ അർജുന് സ്വയം ഒരുപാട് താഴേണ്ടി വന്നു. അത് ചോദിക്കാൻ നീ ആരാ? നിനക്കതിൽ എന്താണ് അവകാശം? അതുമല്ല, എന്റെ കയ്യിൽ അതുണ്ട് എന്ന് നിനക്കെങ്ങനെ അറിയാം? നടരാജൻ മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു. സാർ എന്റെ ബോസാണ്, എന്റെ ഗോഡ് ഫാദർ, ഷൺമുഖൻ അഭിമാനത്തോടെ മറുപടി പറഞ്ഞു. അത് കേട്ട് മൈക്കിൾ സംശയത്തോടെ അർജുനെ നോക്കി. ഡയമണ്ട് കിങ് നിന്റെ കയ്യിലുണ്ടോ ഇല്ലയോ? അർജുൻ വീണ്ടും ചോദിച്ചു. അവന്റെ ക്ഷമ നശിച്ചു തുടങ്ങിയിരുന്നു. ഡയമണ്ട് കിങ്ങുമായി ഇവൻ എന്ത് ബന്ധമെന്ന് ആലോചിച്ച് അവൻ അർജുനെ സൂക്ഷിച്ചു നോക്കി. അവൻ ആരാണ് എന്ന് അപ്പോഴാണ് മൈക്കിളിന് മനസ്സിലായത്. അയാൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. പാലക്കൽ ഫാമിലിയിലെ ആ കുപ്രസിദ്ധ മരുമകനല്ലേ നീ? നിനക്കെത്ര ധൈര്യമോ എന്റെ താവളത്തിൽ വന്ന് എന്നോടിങ്ങനെ സംസാരിക്കാൻ? മൈക്കിൾ പരിഹാസത്തോടെ പറഞ്ഞു. അർജുൻ അവനെയും നടരാജനെയും കലിയോടെ നോക്കി. ഷൺമുഖന് അവന്റെ മുഖഭാവം മാറുന്നത് കണ്ട് ഭയം തോന്നി. 2 ദിവസം മുമ്പ് ഗൗതം എന്നോട് ഈ മാല മോഷ്ടിച്ച് എന്റെ കയ്യിൽ വയ്ക്കാൻ പറഞ്ഞു. റിസ്ക്കുമില്ല, കയ്യിൽ 4 കാശ് തടയുകയും ചെയ്യും. അതുകൊണ്ട് മൈക്കിൾ ഈ മോഷണത്തിന് സമ്മതിച്ചു. അതുകൊണ്ട് ഞാൻ ആ മാല അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്നു, നടരാജൻ പറഞ്ഞു. ഷൺമുഖ, എനിക്ക് മുൻപേ ഈ ഫീൽഡിലുള്ളവനല്ലേ നീ? ഈ നാട് മുഴുവൻ നിന്റെ കയ്യിലാ. അങ്ങനെയുള്ള നിനക്ക് ഈ അർജുനെ പേടിയുണ്ടോ? നീ എന്തിനാ അവനെ നിന്റെ ബോസായി കൊണ്ടു നടക്കുന്നേ? അയാൾ ആശ്ചര്യത്തോടെ ചോദിച്ചു. നീ ആള് കൊള്ളാലോടാ കൊച്ചനെ. എന്റെ സ്ഥലത്ത് വന്ന് നീ എന്നെ വിരട്ടുന്നോ? ഇതേ ഷൺമുഖനല്ല നിന്നെ പേടിച്ചു നിൽക്കാൻ. നീ അന്വേഷിച്ചു വന്ന സാധനം എന്റെ കയ്യിൽ തന്നെയുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ നീ അത് ഇവിടെ നിന്ന് കൊണ്ടുപോ.
മൈക്കിൾ അർജുനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു. അയാളുടെ സംസാരം കേട്ട് ഷൺമുഖൻ അർജുനെ നോക്കി. അവന്റെ ദേഷ്യം മനസ്സിലാക്കിയതും ഷൺമുഖൻ മുന്നോട്ടു വന്നു. മൈക്കിൾ, നിന്നോട് ആദ്യമേ ഞാനൊരു കാര്യം പറയാം. വെറുതെ പ്രശ്നത്തിന് നിൽക്കണ്ട. നീ എടുത്ത മാല തിരിച്ച് അർജുൻ സാറിന് തന്നെ കൊടുക്ക്. എന്നിട്ട് ഈ പറഞ്ഞതിനൊക്കെ കാല് പിടിച്ച് മാപ്പ് പറയും. ചിലപ്പോ സാർ നിന്നോട് ക്ഷമിക്കും. ഷൺമുഖൻ ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞു. ആഹാ, നീ ഈ മൈക്കിളിനെ ഉപദേശിക്കാൻ മാത്രം വളർന്നോടാ. ഇവന്റെ കൂടെ കൂടിയപ്പോൾ മുതലാണോ നിനക്ക് ഇത്രയും ധൈര്യം വന്നത്? എന്റെ തനി സ്വരൂപം പുറത്തു വരുന്നതുവരെയേ നീയും ഇവനും ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകാൻ നോക്ക്. അവന്റെ ഒരു വക്കാലത്ത്. മൈക്കിൾ അഹങ്കാരത്തോടെ അവരെ നോക്കി പറഞ്ഞു. ഇതിനിടയിൽ മൈക്കിളിന്റെ 10-20 ശിങ്കിടികൾ കയ്യിൽ വാളും ഇരുമ്പുവടിയുമെല്ലാമായി അർജുനെയും ഷൺമുഖനെയും വളഞ്ഞു. അതേസമയം അർജുന്റെ ഫോൺ റിങ് ചെയ്തു. തന്നെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ല എന്ന ഭാവത്തിൽ അവൻ ആ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ സർ, അഭിഷേകാണ്. സാർ എന്തോ പ്രശ്നത്തിലാണെന്ന് ആനന്ദ് പറഞ്ഞിരുന്നു. അതാ ഞാൻ വിളിച്ചേ. എന്റെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടോ സർ? അവൻ ബഹുമാനത്തോടെ ചോദിച്ചു. എന്നാൽ ഇതൊക്കെ കണ്ട് മൈക്കിളിന്റെ മുഖം ഇരുണ്ടുവന്നു. അവൻ ഇത്രയും സീരിയസ് ആയി സംസാരിക്കുന്നതിനിടയിൽ അർജുൻ അവനെ മാനിക്കാതെ ഫോണിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ അവന്റെ ദേഷ്യം ഉച്ചസ്ഥായിയിലെത്തി. അയാൾ തന്റെ അരയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന തോക്ക് കയ്യിലെടുത്തു. ഡാ, ഞാൻ ഇവിടെ നിന്ന് കോമഡി പറയുവാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? എന്നും ചോദിച്ചുകൊണ്ട് മൈക്കിൾ തോക്ക് അവന്റെ തലയ്ക്ക് നേരെ ചൂണ്ടി. എന്നിട്ടും അവൻ മൈൻഡാക്കുന്നില്ല എന്ന് കണ്ടതും അർജുന്റെ കാൽ ലക്ഷ്യമാക്കി അയാൾ വെടിയുതിർത്തു. എന്നാൽ ആ ബുള്ളറ്റ് അവന്റെ കാലിലേക്ക് കൊണ്ടില്ല. ഒറ്റ നിമിഷം കൊണ്ട് അർജുൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി. പാഞ്ഞു വന്ന ബുള്ളറ്റ് അന്തരീക്ഷത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ചു. എവിടെ അവൻ? പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നറിയാതെ മൈക്കിളും കൂട്ടാളികളും അർജുൻ എവിടെയെന്ന് നോക്കി നിന്നു. പെട്ടെന്ന് കുറച്ചകലെ മാറി നിൽക്കുന്ന അർജുനെ അവർ കണ്ടു. അവന് വെടിയേറ്റിട്ടില്ലെന്ന് മനസ്സിലായതും അവരൊന്നും നടുങ്ങി. അവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും അവർക്കാർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത്ര നേരം തനിക്ക് മുൻപിലുണ്ടായിരുന്നവൻ എത്ര പെട്ടെന്നാണ് 10 മീറ്റർ അകലെ പോയി നിന്നത് എന്ന് മൈക്കിൾ ചിന്തിച്ചു. അർജുൻ അപ്പോഴും അഭിഷേകിനോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ തൽക്കാലം നിന്റെ ആവശ്യമില്ല അഭിഷേക്. കാര്യങ്ങൾ എനിക്ക് പരിഹരിക്കാവുന്നതേയുള്ളൂ. അതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. ബുള്ളറ്റിനേക്കാൾ വേഗതയുണ്ടോ ഇവന്? ഇവനെങ്ങനെയാ എത്ര പെട്ടെന്ന് അവിടെ പോയത്? മൈക്കിൾ സ്വയം പറഞ്ഞു നിൽക്കെ അർജുൻ അവന്റെ മുന്നിലെത്തി. തൊട്ടടുത്ത് അർജുനെ കണ്ട് ഭയന്ന് അവൻ 2 അടി പിന്നിലേക്ക് പോയി. എന്നെ തീർക്കാൻ നിന്റെ ഒരു ബുള്ളറ്റിന് കഴിയില്ല മൈക്കിൾ. കുറച്ചധികം വേണ്ടിവരും. നിനക്ക് അവസാനമായി ഒരു അവസരം കൂടി ഞാൻ തരാം. മര്യാദയ്ക്ക് അത് തിരികെ തരുന്നുണ്ടോ ഇല്ലയോ? അർജുൻ അവനോട് ചോദിച്ചു. ഇതുവരെ മൈക്കിളിനോട് ആരും അങ്ങനെ സംസാരിച്ചിട്ടില്ല. അതോർത്തപ്പോൾ അയാൾക്ക് വല്ലാതെ ദേഷ്യം പിടിച്ചു. എന്റെ ഒരു ബുള്ളറ്റിൽ നിന്ന് മാത്രമല്ലേ നീ രക്ഷപ്പെട്ടുള്ളൂ. ഇവന്മാരുടെ കയ്യിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? എങ്കിൽ അതൊന്നു കാണട്ടെ. മൈക്കിൾ അർജുനെ വെല്ലുവിളിച്ചുകൊണ്ട് അവന്റെ അനുയായികൾക്ക് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചതും അവർ അവന്റെ നേരെ ആയുധങ്ങളുമായി പാഞ്ഞെടുത്തു. അവരെല്ലാവരും ഒന്നിച്ച് അർജുനെ അടിക്കാനായിട്ട് മുന്നോട്ടാഞ്ഞു. പെട്ടെന്ന് അർജുൻ ഒരു കറുത്ത ഇരുണ്ട രൂപമായി അവിടെ നിന്നും തെന്നിമാറി. അതുകണ്ട് അവരെല്ലാം ഭയന്നുപോയി. എന്താണ് നടക്കുന്നത് എന്ന് അവർ തിരിച്ചറിയും മുൻപേ കറുത്തിരുണ്ട ആ രൂപം ഒന്ന് കറങ്ങുകയും അതിന്റെ ശക്തിയിൽ അവന് ചുറ്റിലും നിന്നിരുന്ന 10-20 പേർ അടികൊണ്ട് താഴെ വീഴുകയും ചെയ്തു. ഒന്ന് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ അവരെല്ലാം അവശരായിരുന്നു. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് തന്നെ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. അടികൊണ്ട് നിലത്ത് കിടക്കുന്നവരെല്ലാം ഒരേ സമയം 10-20 പേരെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിവുള്ളവരായിരുന്നു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.